UGC നെറ്റ് ജനറൽ പേപ്പറിൽ എങ്ങനെ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള 30-day ചലഞ്ച്, അതായത് ഓരോ ദിവസവും പേപ്പർ 1ൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഏരിയാസ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന 30-day ചലഞ്ച്, ഫസ്റ്റ് ഡേ ചലഞ്ച്, അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 എന്ന് പറയുന്നത് കുറേ സോഫ്റ്റ്വെയർ ടൂൾസ് അവൈലബിൾ ആയിട്ടുണ്ട്. ലിസ്റ്റ് 2 എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ യൂസ് എന്താണ് എന്ന്, ഏതൊക്കെ സോഫ്റ്റ്വെയർ ടൂൾസ് ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളത്. കഹൂത്ത്, പാഡ്ലെറ്റ്, ദെൻ ലാബ്സ്റ്റർ, ദെൻ ടേണിറ്റിന്. ലിസ്റ്റ് 2ൽ ഓൺലൈൻ കൊളാബറേറ്റീവ് സ്പേസ് ഓർ വെർച്വൽ വാൾ ടു ഷെയർ ദ കണ്ടന്റ്, വെർച്വൽ സയൻസ് ലാബ്, ദെൻ കണ്ടന്റ് പ്ലാജറിസം ചെക്കർ, ദെൻ ക്വിസസ് ആൻഡ് റിയൽ ടൈം അസസ്മെന്റ്. ഇതിൻ്റെ ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇതിൻ്റെ ആൻസർ അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ് എഡ്യൂക്കേഷണൽ ടൂൾസ് എന്നുള്ളത്. റീസെൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല സോഫ്റ്റ്വെയർ ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. നോക്കാം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ടൂൾസ് ആൻഡ് ദെയർ യൂസ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൂൾസ് ഏതൊക്കെയാണ് എന്നുള്ളതും അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടൂൾസ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടൂൾസാണ് കഹൂത്ത് എന്നുള്ള ഈ ഒരു ടൂള്. കഹൂത്ത് എന്നുള്ളൊരു ടൂളാണ് ഏറ്റവും റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ടൂൾസിലൊന്ന്, കഹൂത്ത് എന്നുള്ളത്. എന്താണ് കഹൂത്ത് എന്ന് പറയുന്നത്? എ ഗെയിം ബേസ്ഡ് അസസ്മെന്റ് ടൂൾ യൂസ് ടു ക്രിയേറ്റ് ഇന്ററാക്റ്റീവ് ക്വിസസ് ആൻഡ് സർവേസ് ഫോർ എൻഗേജിങ് ക്ലാസ് റൂം ലേണിംഗ് ആൻഡ് ഫോർമേറ്റീവ് അസസ്മെന്റ്. ഒരു എൻഗേജിങ് ആയിട്ടുള്ള ക്ലാസ് റൂം എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗെയിം ബേസ്ഡ് അസസ്മെൻറ്റ് ടൂളാണ്. ഡിഫറെൻറ്റ് ഗെയിംസ് യൂസ് ചെയ്തിട്ട് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ഒക്കെ അസസ് ചെയ്യാനുള്ള, മെഷർ ചെയ്യാനുള്ള ഒരു ടൂളാണ് കഹൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ഉള്ളത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വിസസ് ഒക്കെയാണ് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്വിസസ് ക്രിയേറ്റ് ചെയ്യും, സർവേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കാണ്ട് ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അവരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം ബേസ്ഡ് അസസ്മെൻറ്റ് ടൂളാണ് കഹൂത്ത് എന്ന് പറയുന്ന ഈ ഒരു ടൂള്. കഹൂത്ത് ഓർത്തിരിക്കുക, അതിൻ്റെ പേര് കഹൂത്ത് എന്നുള്ളതാണ്. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് ലാബ്സ്റ്റർ ആണ്. ലാബ്സ്റ്റർ എന്നുള്ളത് വെർച്വൽ ലബോറട്ടറി സിമുലേഷൻ പ്ലാറ്റ്ഫോം that provides immersive learning experience allowing students to conduct experiments in biology, chemistry and physics without physical lab constraints. അതായത് ബയോളജി അല്ലെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള സബ്ജക്റ്റുകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെർച്വൽ ലബോറട്ടറി സിമുലേഷൻ ടൂളാണ് ലാബ്സ്റ്റർ എന്നുള്ള ഈ ഒരു ടൂള്. ഇമ്മേഴ്സീവ് ലേണിംഗ് എക്സ്പീരിയൻസ് സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യാം? അപ്പോൾ നമുക്കറിയാലോ ഫിസിക്സ് ഒക്കെ ഒരുപാട് എക്സ്പെരിമെൻറ്റിൽ ചെയ്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ് ബയോളജി, ഫിസിക്സ് പോലുള്ള ഏരിയാസ്. സോ ഇങ്ങനെയുള്ള ലാബ് എക്സ്പെരിമെൻറ്റുകൾ വെർച്വലായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളാണ് ലാബ്സ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. അടുത്തൊരു ടൂൾ എന്ന് പറയുന്നത് ഫെറ്റ് സിമുലേഷൻ ആണ്. ഫെറ്റ് സിമുലേഷൻ എന്നുള്ളതാണ് അടുത്തൊരു ടൂള്. ഫെറ്റ് പറയാനുള്ളത് സയൻറ്റിഫിക് സിമുലേഷൻ ടൂൾ ദാറ്റ് എനേബിൾ സ്റ്റുഡൻസ് ടു എക്സ്പ്ലോർ മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് കൺസെപ്റ്റ്സ് ത്രൂ ഇൻറ്ററാക്റ്റീവ് മോഡൽസ് എൻഹാൻസിങ് കൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ്. ഒരു കൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്സിലെയും അതുപോലെ തന്നെ ഫിസിക്സിലെയും കൺസെപ്റ്റുകളൊക്കെ സിമുലേറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഒരു സയൻറ്റിഫിക് സിമുലേഷൻ ടൂളാണ് ഇത് ഫെറ്റ് സിമുലേഷൻ എന്ന് പറയുന്ന ടൂള്. അടുത്തൊരു ടൂളായിട്ട് പറയുന്നതാണ് പാഡ്ലെറ്റ് എന്നുള്ളത്. പാഡ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ഡിജിറ്റൽ വൈറ്റ് ബോർഡ് ദാറ്റ് ഫെസിലിറ്റേറ്റ് ബ്രെയിൻ സ്റ്റോമിംഗ്, ക്ലാസ് ഡിസ്കഷൻസ്, പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് നോളജ് ഷെയറിംഗ് അമംഗ് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഇടയിൽ നോളജ് ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റിന്, ക്ലാസ് ഡിസ്കഷന് വേണ്ടിയിട്ട് ഇതിനൊക്കെയുള്ള ഒരു കൊളാബറേറ്റീവ് ഡിജിറ്റൽ വൈറ്റ് ബോർഡാണ് പാഡ്ലെറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടൂൾ. നെക്സ്റ്റ് ടൂളായിട്ട് പറയുന്നതാണ് എഡ്പസിൽ എന്നുള്ള ഈ ഒരു ടൂള്. എഡ്പസിൽ എന്ന് പറയുന്ന ഒരു വീഡിയോ ബേസ്ഡ് ലേണിംഗ് ടൂൾ ദാറ്റ് അലൗസ് എഡ്യൂക്കേറ്റേഴ്സ് ടു എംബഡ് ക്വിസസ് ആൻഡ് ഇന്ററാക്റ്റീവ് എലമെന്റ്സ് ഇൻ ടു വീഡിയോസ് ഫോർ ഫ്ലിപ്ഡ് ക്ലാസ് റൂം ആൻഡ് സെൽഫ് ബേസ്ഡ് ലേണിംഗ്. ഫ്ലിപ്ഡ് ക്ലാസ് റൂമിനും അതുപോലെ തന്നെ സെൽഫ് ബേസ്ഡ് ലേണിങ്ങിനൊക്കെ വേണ്ടിയിട്ട്
കണ്ടന്റ് വീഡിയോ ഫോർമാറ്റിലായിരിക്കും. വീഡിയോ ബേസ്ഡ് ലേണിംഗ് ടൂളാണ്. വീഡിയോയുടെ സഹായത്തോട് കൂടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ടൂളിന്റെ പ്രത്യേകത. എഡ്പസിൽ എന്നുള്ള ഈ ഒരു ടൂള് വീഡിയോ ബേസ്ഡ് ലേണിംഗ് ടൂളാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള കണ്ടന്റ് ക്വിസസ് ഒക്കെ എന്തായിരിക്കും, ഒരു വീഡിയോ ഫോർമാറ്റിലുള്ളതായിരിക്കും എഡ്പസിൽ എന്നുള്ളത്. അടുത്തൊന്നാണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്നുള്ള ടൂൾ. സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്ന് പറയുന്ന ടൂൾ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ടൂൾ യൂസ്ഡ് ഫോർ ക്രിയേറ്റിംഗ് ഇൻസ്ട്രക്ഷണൽ വീഡിയോസ്, ട്യൂട്ടോറിയൽസ് ആൻഡ് അസിൻക്രോണസ് ലെക്ചേഴ്സ് ഫോർ ഓൺലൈൻ ആൻഡ് ബ്ലെൻഡഡ് ലേണിംഗ്. ഓൺലൈൻ ലേണിങ്ങിനും അതുപോലെ ബ്ലെൻഡഡ് ലേണിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് അസിൻക്രോണസ് ലെക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലെക്ചേഴ്സ് ഇൻ ദ ഫോം ഓഫ് വീഡിയോസിന്റെ ഫോർമാറ്റിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്യൂട്ടോറിയൽസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് ടൂൾ ആണ് സ്ക്രീൻ കാസ്റ്റോമാറ്റിക് എന്നുള്ള ഈ ഒരു ടൂള്. അടുത്തൊരു ടൂളായിട്ട് പറയാനുള്ളതാണ് മൈൻഡ് മൈസ്റ്റർ എന്നുള്ളതാണ്. മൈൻഡ് മൈസ്റ്റർ എന്നുള്ള ഒരു ടൂളാണ് അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടൂളാണ് മൈൻഡ് മൈസ്റ്റർ എന്നുള്ള ഒരു ടൂള്. മൈൻഡ് മൈസ്റ്റർ എന്നുള്ളത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു മൈൻഡ് മാപ്പിംഗ് ടൂളാണ്. എന്താണ് മൈൻഡ് മാപ്പിംഗ് എന്നുള്ളത്? ഡിഫറെൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊക്കെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മൈൻഡ് മാപ്പ് എന്നുള്ളത്. സോ ഒരു വെർച്വൽ മൈൻഡ് മാപ്പുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് മൈൻഡ് മൈസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ ടൂള്. ഹെൽപ്പ് സ്റ്റുഡൻസ് ആൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ടു വിഷ്വലൈസ് കൺസെപ്റ്റ്സ്, ഓർഗനൈസ് ഐഡിയാസ് ആൻഡ് ക്രിയേറ്റ് സ്ട്രക്ചേർഡ് സ്റ്റഡി മെറ്റീരിയൽസ്. കൺസെപ്റ്റിനൊക്കെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ, അതുപോലെ തന്നെ ഐഡിയാസിൻ്റെ ഓർഗനൈസേഷൻ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് മൈൻഡ് മൈസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു മൈൻഡ് മാപ്പിംഗ് ടൂൾ. അടുത്തൊരു ടൂളാണ് ജാംബോർഡ് എന്നുള്ളൊരു ടൂളാണ് അടുത്തത്. ജാംബോർഡ് എന്ന് പറയുന്നത് ഒരു ഗൂഗിൾ പവേർഡ് ഡിജിറ്റൽ വൈറ്റ് ബോർഡാണ്. യൂസ്ഡ് ഫോർ കൊളാബറേറ്റീവ് ലേണിംഗ്, അതുപോലെ തന്നെ ബ്രെയിൻ സ്റ്റോമിങ്, റിയൽ ടൈം ഗ്രൂപ്പ് ഡിസ്കഷൻസിന്, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഗിളിന്റെ ഒരു ഡിജിറ്റൽ വൈറ്റ് ബോർഡാണ് ഗൂഗിൾ ജാംബോർഡ് എന്നുള്ളത്. അതാണ് അടുത്തൊരു ടൂളായിട്ടുള്ളത്. പിന്നൊന്നാണ് ക്വിസീസ് എന്നുള്ളൊരു ടൂള്. ക്വിസീസ് എന്നുള്ളൊരു ടൂൾ എന്ന് പറയുന്നത് അതൊരു ഗെയിമിഫൈഡ് ക്വിസ് പ്ലാറ്റ്ഫോമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വിസസ് ആയിരിക്കും അതിനകത്ത് അവൈലബിൾ ആയിരിക്കുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഇതുപോലുള്ള പസിൽസ് ഒക്കെ ഒരു ഗെയിം ഓറിയൻറ്റഡ് ആയിരിക്കും. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെയിംസിലൂടെ ആ കൺസെപ്റ്റുകൾ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ട് ടു സപ്പോർട്ട് അഡാപ്റ്റീവ് ലേണിംഗ്, സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ് ആൻഡ് റിയൽ ടൈം ഫീഡ്ബാക്ക്. ഇൻറ്ററാക്റ്റീവ് അസസ്മെൻറ്റിലൂടെ ഫീഡ്ബാക്ക് മെക്കാനിസം, സ്റ്റുഡൻറ് എൻഗേജ്മെൻറ്റ്, അതുപോലെ തന്നെ അഡാപ്റ്റീവ് ലേണിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമിഫൈഡ് ക്വിസ് പ്ലാറ്റ്ഫോമാണ് ക്വിസീസ് എന്ന് പറയുന്ന ഈ ഒരു എഡ്യൂക്കേഷണൽ ടൂള്. അടുത്തൊരു ടൂളാണ് ഗൂഗിൾ ക്ലാസ് റൂം എന്നുള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു LMS ആണത്, അല്ലെങ്കിൽ ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. enables teachers to organize coursework, distribute assignments and facilitate blended learning environment. ഒരു ബ്ലെൻഡഡ് ലേണിംഗ് എൻവിറോൺമെൻറ്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോഴ്സ് മെറ്റീരിയൽസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അസൈൻമെൻ്റ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു LMS ആണ് ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ഒരു ടൂള്. അടുത്തൊരു ടൂളാണ് മൂഡിൽ എന്നുള്ളത്. മൂഡിൽ എന്നുള്ളൊരു ടൂളാണത്. മൂഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് LMS ആണ്. ദാറ്റ് സപ്പോർട്ട്സ് ഓൺലൈൻ കോഴ്സസ്, അസസ്മെൻറ്റ് ആൻഡ് ലേണിംഗ് അനലിറ്റിക്സിനൊക്കെ വേണ്ടി, അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് ലേണിംഗ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പൺ സോഴ്സ് LMS ആണ് മൂഡിൽ എന്ന് പറയുന്നത്. അടുത്തൊന്നാണ് ക്യാൻവ എന്നുള്ളത്. അത് പിന്നെ അറിയാലോ, വളരെ കോമൺ ആയിട്ടുള്ളതാണ് ക്യാൻവ എന്നുള്ളത്. ഒരു വിഷ്വൽ കണ്ടന്റ് ക്രിയേഷൻ ടൂളാണ്. ടു ഹെൽപ്പ് സ്റ്റുഡൻസ് ടു ഡിസൈൻ പ്രസൻറ്റേഷൻസ്, പോസ്റ്റേഴ്സ്, പ്രസൻറ്റേഷൻസ്, ഇൻഫോഗ്രാഫിക്സ്, റിപ്പോർട്ട്സ്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽ കണ്ടന്റ് ക്രിയേഷൻ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്ന ഈ ഒരു ടൂള്. അടുത്തൊരു ടൂളാണ് ഡെസ്മോസ് എന്നുള്ളൊരു ടൂള്. ഡെസ്മോസ് എന്ന് പറയുന്നത് ഒരു ഇൻ്ററാക്റ്റീവ് ഗ്രാഫിക് കാൽക്കുലേറ്റർ ആണ്. യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്സ് എഡ്യൂക്കേഷൻ ടു വിഷ്വലൈസ് ഫങ്ഷൻസ്, ഇക്വേഷൻസ് എക്സെട്ര. ഫങ്ഷൻസും അതുപോലെ മാത്സിൽ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസും ഇക്വേഷൻസും ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗ്രാഫ് യൂസ് ചെയ്തിട്ട്, പണ്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഗ്രാഫ് ഉണ്ടാവുമല്ലോ, ഈ ഗ്രാഫ്, ഒരു വെർച്വൽ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഡെസ്മോസ് എന്നുള്ള ഈ ഒരു ടൂള്. അടുത്ത പിന്നെ ഒന്നാണ് ഗൂഗിൾ ഫോം എന്നുള്ളത്. പിന്നെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടൂളാണ് ഗൂഗിൾ ഫോം എന്നുള്ളത്. ക്രിയേറ്റിംഗ് സർവേസ്, ക്വിസസ് ആൻഡ് അസസ്മെൻറ്റ്സ് വിത്ത് ഓട്ടോമാറ്റഡ് ഗ്രേഡിംഗ് ഓപ്ഷൻസ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗ്രേഡ് ചെയ്യാൻ ഫെസിലിറ്റി ഉള്ള ഒരു അസസ്മെൻറ്റ് ടൂളാണ്. സർവേ ക്രിയേറ്റ് ചെയ്യാനും ക്വിസ് ക്രിയേറ്റ് ചെയ്യാനും അസസ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഗൂഗിൾ ഫോം എന്നുള്ള
ഈ ഒരു ടൂള്. ഓക്കെ, 3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. കഹൂത്ത് എന്ന് പറയുന്നത് എന്താണ്? കഹൂത്ത് എന്ന് പറയുന്നത് ക്യുസസ് ആൻഡ് റിയൽ ടൈം അസസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടൂളാണ് കഹൂത്ത് എന്നുള്ളത്. ദെൻ പാഡ്ലെറ്റ് ആണുള്ളത്. പാഡ്ലെറ്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ കൊളാബറേറ്റീവ് സ്പേസ് ആണ് പാഡ്ലെറ്റ് എന്നുള്ളത്. നെക്സ്റ്റ് വൺ ആണ് ലാബ്സ്റ്റർ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ലാബ്സ്റ്റർ എന്നുള്ള ഒരു വെർച്വൽ സയൻസ് ലാബാണ് ലാബ്സ്റ്റർ എന്നുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യമാണ് ടേണിറ്റിൻ എന്നുള്ളത്. എന്താ ടേണിറ്റിൻ? കേട്ടിട്ടുണ്ടോ ടേണിറ്റിൻ എന്നുള്ളത്? ടേണിറ്റിൻ എന്നുള്ള ഒരു പ്ലാജിയറിസം ഡിറ്റക്ഷൻ സോഫ്റ്റ്വെയർ ആണ് ടേണിറ്റിൻ എന്നുള്ളത്. എന്താണ് പ്ലാജിയറിസം? നമ്മൾ പെർമിഷൻ ഇല്ലാതെ മറ്റൊരാളുടെ കണ്ടന്റ് എത്രത്തോളം കോപ്പി ചെയ്തു എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ടേണിറ്റിൻ എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ. സോ 3 എന്നുള്ളതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊക്കെ അല്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൂൾസ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് എ വെർച്വൽ സയൻസ് ലാബ് എക്സ്പീരിയൻസ്? ഒരു വെർച്വൽ സയൻസ് ലാബ് എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിലുള്ളത് കഹൂത്ത്, ലാബ്സ്റ്റർ, ടേണിറ്റിൻ, ഫെറ്റ് സിമുലേഷൻ ആൻഡ് പാഡ്ലെറ്റ്. ഇങ്ങനെ 5 കാര്യങ്ങളാണുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ചെയ്യാനാണ്. എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ? ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? വെർച്വൽ സയൻസ് ലാബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ആൻസർ എന്തായിരിക്കും? ഓക്കെ, ബി ആൻഡ് ഡി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ബി എന്ന് പറയുന്നത് ലാബ്സ്റ്റർ, നമ്മൾ പറഞ്ഞു ഒരു വെർച്വൽ സയൻസ് ലാബ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. മറ്റൊന്ന് ഫെറ്റ് സിമുലേഷൻ എന്നുള്ളതാണ്. ഡിഫറെൻ്റ് ഒരു സിമുലേഷൻ ടൂളാണ്. ഡിഫറെൻറ്റ് സിമുലേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൺസെപ്റ്റുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഫെറ്റ് സിമുലേഷൻ എന്നുള്ളത്. സോ ബി ആൻഡ് ഡി എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് എഡ്യൂക്കേഷണൽ ടൂൾസ് എന്നുള്ളൊരു ഏരിയ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾസാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇത്രയാണ് എഡ്യൂക്കേഷണൽ ടൂൾസ് എന്നുള്ളൊരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ.